നമസ്തേ, മെൻ്റർ പ്രേംലാലിലേക്ക് സ്വാഗതം. നിങ്ങൾക്കുള്ള നന്ദി അതെപ്പോഴും ഉണ്ടാവും, ഹൃദയത്തിൽ നിന്നുണ്ടാവും. നമ്മുടെ ചാനൽ ഏറ്റെടുത്തതിന്, ഇത് വളരെ വേഗത്തിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ പകർന്നു കൊടുക്കുന്നതിന്. നമുക്ക് സമ്പത്തിനെക്കുറിച്ചാണ് നമ്മൾ എത്രയോ എഡീഷനുകൾ അല്ലേ. ഞാൻ നേരത്തെ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു സീരീസ് ഓഫ് പ്രോഗ്രാമാണ്. ഒറ്റയടിക്ക് ഇതെല്ലാം കൂടി പറയാൻ ശ്രമിച്ചാൽ മണിക്കൂറുകൾ നീണ്ടുപോകും. ആ മണിക്കൂറുകൾ നീണ്ട അത്ര സുഖകരമായ രസകരമായ വിഷയമല്ല ഇത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ? നമുക്ക് മത്തി എങ്ങനെ പഞ്ചസാര ഇട്ട് വെക്കാം എന്നൊരു വിഷയമാണ് പറയുന്നതെങ്കിൽ വളരെ രസകരമായിരിക്കും അല്ലേ. ഇപ്പോൾ അങ്ങനത്തെ ചാനലല്ലോ ഇത്. ഇതൊരു ജീവിതത്തിൽ നിങ്ങൾ കൂടെ ചേർത്ത് പിടിക്കേണ്ട ഒരു ചാനലാണ്. നമുക്ക് നമ്മുടെ ഈ പൊതുവേ ഞാൻ എപ്പോഴും പറയും, ഈ ചാനലിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങളെ ധനികനാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും പറയും, സാറേ ലക്ഷങ്ങളും കോടികളും ഉണ്ടാകുമോ ചാനൽ കണ്ടാൽ? അല്ല, നോക്കൂ, മനസ്സിലാക്കൂ. ലക്ഷങ്ങളോ കോടികളോ സമ്പാദിക്കൽ മാത്രമല്ല ഈ ധനികനാവുന്നതിൻ്റെ ലക്ഷണം. ഓഫ് കോഴ്സ് ജീവിക്കാൻ പണം വേണം, പക്ഷേ ജീവിതത്തിൽ സന്തോഷവും വേണം. അപ്പോൾ ഒരു ബാലൻസിങ് കൊണ്ട് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ധനികനായി ജീവിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. ഇപ്പോൾ സന്തോഷം ബലി കഴിച്ച് പണം ഉണ്ടാക്കിയിട്ട് അത് കാര്യമില്ല. മികച്ച ഒരു വരുമാനം ഉണ്ടാക്കുക, അതോടൊപ്പം ആ വരുമാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ആഗ്രഹിക്കുന്ന രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ലോകത്തെ നിങ്ങൾ നോക്കൂ, ലോകത്തെ എല്ലാ ധനികരും സ്ഥിരമായി പറയുന്നൊരു സാധനമുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ വരുമാനത്തിൽ, ആ വരുമാനം കൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസമൊന്നും വരാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഓരോ നിമിഷവും ആസ്വദിച്ചുകൊണ്ട് അങ്ങേറ്റ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നവരാണ് യഥാർത്ഥ ധനികർ. അതിനുള്ള മാർഗരേഖകളാണ് നമ്മുടെ ചാനലിൽ വരിക. ജീവിതത്തിൽ പണവും സന്തോഷവും ഒരേപോലെ ഉണ്ടാക്കാൻ സാധിക്കുക, സമ്പന്നനായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുക, സമ്പന്നർക്ക് അതിസമ്പന്നനാവാനും ഇടത്തരക്കാർക്ക് സമ്പന്നനാവാനും തുച്ഛ വരുമാനക്കാർക്ക് ജീവിക്കുന്ന ആഗ്രഹിക്കുന്ന സൗഭാഗ്യങ്ങളൊക്കെ നേടാനും ഒക്കെ തരത്തിലാണ് നമ്മുടെ ഈ ചാനലിലെ കോണ്ടൻറ്റുകൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനെല്ലാം നിങ്ങളെ സഹായിക്കാൻ നിങ്ങളിന്നൊരു പദം അത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഇതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ ധനികനാക്കി മാറ്റി ജീവിക്കാൻ പറ്റുന്ന ആ രഹസ്യ സാധനമാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചിലർ ചോദിക്കും, ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ ഫിനാൻസ് ഉള്ളവന് പോരെ, ഇല്ലാത്തവന് വേണോ? നമുക്ക് ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും ഏത് കാറ്റഗറിയിൽപ്പെട്ടവർക്കും ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് ആവശ്യമാണ്. ഈ പണത്തിൻ്റെ സ്വഭാവം എന്താണെന്നറിയാമോ? ജീവിതത്തിൻ്റെ ഒരു വശത്തുകൂടി വളരെ പതുക്കെ വന്ന് മറ്റേ വശത്തുകൂടി പെട്ടെന്ന് പോകുന്നൊരു സാധനമാണ് ഈ പണമെന്ന് പറയുന്നത്. കാരണവന്മാർ അവർ നല്ല ഫിനാൻഷ്യൽ പ്ലാനേഴ്സ് ആയിരുന്നു. പക്ഷേ അവരുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് ഒരു സംഭവം എന്ന് പറയുന്നത്, അവർ പലതും മിച്ചം പിടിച്ചാണ്, അവർ പലതും മുണ്ട് മുറുക്കി കൊടുത്തിട്ടാണ് ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ തലമുറയിൽ നമുക്ക് അത്രയ്ക്ക് ലോകം വേഗത കൂടിയപ്പോൾ നമുക്ക് ഈ സുഖസൗകര്യങ്ങൾ ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ സമ്പത്ത് മിച്ചമുണ്ടാക്കാൻ പറ്റണം. അങ്ങനത്തെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനാണ് ഈ കാലഘട്ടത്തിൽ പ്രാധാന്യം. അപ്പോൾ അതെങ്ങനെ സാധ്യമാവും? ഞാൻ നേരത്തെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ 5 കാറ്റഗറിയിലായിരിക്കും വരിക. ഒന്ന് ദരിദ്രർ, ജസ്റ്റ് ജീവിച്ചു പോകുന്നവർ. 2 അത്യാവശ്യം വരുമാനമുണ്ട്, പക്ഷേ ആ വളരെ ലിമിറ്റഡായി ഇൻകം ഉള്ളവർ. ലൈക്ക് ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ, അല്ലെങ്കിൽ ഒരു 10,000-15,000 രൂപ ശമ്പളത്തിൽ ജീവിക്കുന്ന ആളുകൾ ധാരാളം പേരുണ്ട് നമ്മുടെ ലോകത്ത്. ഇനിയൊരു മിഡിൽ ക്ലാസ് ഉണ്ടാവും, ഗവൺമെൻറ് എംപ്ലോയീസ്, അല്ലെങ്കിൽ 25,000 മുതൽ 50,000, 60,000 രൂപ, 70,000 രൂപ ശമ്പളത്തിൽ ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ചെറുകിട ബിസിനസ് ചെയ്യുന്നവരൊക്കെ ആ കാറ്റഗറിയിലാണ് വരിക. ഇടത്തരക്കാർന്ന കാറ്റഗറിയിലാണ് വരിക. സമ്പന്നരുണ്ടാവും, ലൈക്ക് മാസം ഒരു 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷമൊക്കെ വരുമാനം ഉണ്ടാകുന്ന ആൾക്കാരുണ്ടാവും. അതിസമ്പന്നരുണ്ടാവും. ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെ TV തുറന്നാലും കേൾക്കുന്ന അദാനി, അംബാനി അല്ലേ, അങ്ങനെ കാറ്റഗറിയിൽപ്പെട്ട കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ 5 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലായിരിക്കും നമ്മൾ വരിക. അതിൽ തന്നെ ഇപ്പോൾ അദാനി, അംബാനിയൊക്കെ വന്നിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടോ നമുക്കറിയില്ല. മറിച്ച് ഈ 4 കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ ഈ ചാനൽ കാണുന്നുണ്ട്. ഈ 4 കാറ്റഗറിയിലും ഫിനാൻഷ്യൽ പ്ലാനിങ് ആവശ്യമാണ്.
ഇവിടെ വീണ്ടും പഴയ ചോദ്യം വരും. ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും താഴെ തട്ടിൽ കിടക്കുന്ന കാറ്റഗറിപ്പെട്ടവർ, അവരും ഈ ചാനൽ കാണുന്നുണ്ട്. ഞാൻ അവരോട് എപ്പോഴും പറയാറുണ്ട്, ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ സമയത്തെ അവസ്ഥയാണ്. ജീവിതത്തിൻ്റെ വഴിയിൽ പലരും പല കയറ്റിറക്കലിലൂടെ കടന്നു പോകും. ചിലപ്പോൾ നിങ്ങൾ സ്ഥിരമായി ഇവിടെ ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇങ്ങോട്ടേക്ക് പെട്ടുപോയതായിരിക്കാം. എന്തു തന്നെയായാലും ഇത് കടന്നു പോകും. നമ്മൾ ഇവിടെ തന്നെ സ്ഥിരമായി കിടക്കാനല്ല ഈ ചാനൽ വന്നിരിക്കുന്നത്, ഇവിടുന്ന് മേപ്പോട്ട് കയറാനാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പരിതപിക്കുകയൊന്നും വേണ്ട, അതവിടെ നിൽക്കട്ടെ. എന്നാൽ നിങ്ങൾക്കും ഫിനാൻഷ്യൽ പ്ലാനിങ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഈ 5 കാറ്റഗറിപ്പെട്ടവർക്കും എങ്ങനെയാണ് ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് ഈ 5 കാറ്റഗറിയിലും എന്താണ് എന്ന് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി എടുക്കാം, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ. നമുക്ക് ഈ സെഗ്മെൻറ്റിൽ നമ്മൾ നിരന്തരം കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ വേദനയോടെ കാണുന്ന ചില ശീലങ്ങൾ ഈ കാറ്റഗറിയിൽ കൂടുതലാണ്. ഇപ്പോൾ ചിലപ്പോൾ ഇവർ കൂലിപ്പണിയായിരിക്കും. കൂലിപ്പണിക്ക് ഇന്ന് 500-600 രൂപയൊക്കെ കൂലിയുണ്ടല്ലേ. ഒരു 20 ദിവസം കൂലി ഉണ്ടെങ്കിൽ തന്നെ 10-12,000 രൂപ ഇവർക്ക് വരുമാനമുണ്ട്. ഈ 10-12,000 രൂപയ്ക്ക് എറണാകുളത്ത് പോയി ടെക്സ്റ്റൈൽസ് ജോലി ചെയ്യുന്നവരും പ്യൂണായിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ഈ നാട്ടിലുണ്ട് കേട്ടോ. ബട്ട് മാനസിക നിലവാരം രണ്ടായിരിക്കും. ഇവർക്ക് അത്യാവശ്യം മദ്യപാന ശീലമൊക്കെ ഉള്ളവർ ധാരാളം പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 600 രൂപയ്ക്കകത്ത് 200 രൂപ പോലും മിച്ചം പിടിക്കാൻ ഇവർക്ക് സാധ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിത നിലവാരം ഈ വർഷങ്ങളായിട്ട് ഇതേ തലത്തിന് കിടക്കുകയും ചെയ്യും. പക്ഷേ ആ കാറ്റഗറിയിൽ നിന്ന് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ മനസ്സിൻ്റെ നിലവാരം വ്യത്യസ്തമാണ്. ജീവിതത്തിൻ്റെ ചില വഴികൾ അവിടെ എത്തിപ്പോയി എന്ന് മാത്രം. പക്ഷേ നിങ്ങൾ മറ്റേ മനസ്സുണ്ടല്ലോ, ഈ വെള്ളം അടിച്ച് പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കാതെയൊക്കെ പോകുന്നൊരു രീതിയിൽ നിന്നും നിങ്ങൾ വ്യത്യസ്തനാണ്. നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾക്ക് അവസ്ഥ ഇതാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഗവൺമെൻറ്റുകൾ തരുന്ന സ്കീമുകളെക്കുറിച്ച് നിങ്ങൾ അവെയർ ആവണം. നിങ്ങൾ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യണം. ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസമാണെങ്കിൽ നവോദയ പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് മക്കളെ വിടാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തണം. കാരണം നമ്മൾക്ക് ചിലപ്പോൾ പറ്റാതെ പോയൊരു കാര്യമായിരിക്കാം വിദ്യാഭ്യാസം. പക്ഷേ അത് നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്ത് കൊടുക്കാൻ തയ്യാറായാൽ, അല്ലെങ്കിൽ തന്നെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം അവരുടെ അവകാശമാണ്. സർക്കാർ സ്കൂളിലൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നവോദയ പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ആ കുട്ടിയെ പുത്തനൊരു മനുഷ്യനാക്കി അത്ര സ്ഥാപനങ്ങൾ മാറ്റിയെടുക്കും. അവരുടെ ഫുൾ എക്സ്പെൻസ് ഈ സ്ഥാപനങ്ങൾ വഹിക്കും. നിങ്ങൾക്ക് അവിടെ വലിയൊരു ഫിനാൻഷ്യൽ സേവിങ്ങിന് നിങ്ങൾക്ക് സാധ്യത തെളിയും. സബ്സിഡികൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോഴത്തെ നിലവാരത്തിൽ നിന്നും ഒരിക്കലും താഴോട്ട് പോവാതെ ജീവിതത്തിൻ്റെ നിലവാരത്തെ ഉയർത്താൻ ഗവൺമെൻറ്റുകൾ തരുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുകയും അത് മേടിച്ചെടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയാണ് നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ തൽക്കാലത്തേക്കുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ്. അവിടെ നിങ്ങൾക്ക് ഒരു 60 രൂപ മിച്ചം വെക്കാൻ സാധിച്ചാൽ, ഒരു 65 രൂപ ഒരു ദിവസം മിച്ചം വെക്കാൻ സാധിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ ഇനി വരുന്ന ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് സംസാരിക്കാം. നമുക്കതിനെക്കുറിച്ച് അവെയർ ആവാം. ഇനി ഇടത്തരക്കാരനുണ്ട്. ഇടത്തരക്കാരൻ മീൻസ് ഇടത്തരത്തിലും താഴെയുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 15,000-10,000 രൂപ റേഞ്ചിൽ പെടുന്ന ആളുകൾ. നിങ്ങൾക്കും ഫിനാൻഷ്യൽ പ്ലാനിങ് ആവശ്യമാണ്. ഇതിനെല്ലാം നിങ്ങളെ സഹായിക്കുന്ന ഒരൊറ്റ സാധനം, അതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ പ്ലാനിങ് ആണ്, ജീവിതാസൂത്രണമാണ്. ഉദാഹരണത്തിന് കൂലിപ്പണി എന്ന് പറയുമ്പോൾ ഒരു മൈക്കാട് പണിക്ക് പോകുന്നവർ അല്ല അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു 800, 900, 1000, 1200 രൂപ വരെയൊക്കെ ഇന്ന് കൂലിയുണ്ട്. പെയിൻറ്റിങ് പണിക്കൊക്കെ കൂലിയുണ്ട്. നിങ്ങൾക്കൊരു 10-20 ദിവസം ജോലി ഉണ്ടെങ്കിൽ 25,000-30,000 രൂപ വരുമാനമുണ്ട്. അപ്പോൾ ഒരു 10,000, 15,000 മുതൽ 20,000, 25,000 രൂപയൊക്കെ വരുമാനമുള്ള ആൾക്കാർ. നിങ്ങൾ ചോദിക്കണം, നിങ്ങൾക്ക് ഇപ്പോഴുള്ള വരുമാനം, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങളുടെ കുടുംബം എങ്ങനെ ജീവിക്കും? ഈ ചോദ്യം ചോദിച്ചേ. അവിടെ മുതൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ വിസ്ഡം തെളിഞ്ഞു വരും. നിങ്ങളുടെ അഭാവത്തിലും നിങ്ങളുടെ കുടുംബത്തെ ജീവിക്കാൻ എന്താണ് പദ്ധതി? ഈ ഒറ്റ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ ചോദ്യം അപ്രസക്തമാവും. നിങ്ങളുടെ ചോദ്യം എന്തായിരുന്നു? സമ്പത്തുള്ളവൻ ഫിനാൻസ് പ്ലാൻ ചെയ്താൽ പോരെ, ഞാൻ പ്ലാൻ ചെയ്യണോ? നിങ്ങൾ പ്ലാൻ ചെയ്തില്ലെങ്കിൽ ഇതിനുത്തരം ആര് കൊടുക്കും? അപ്പോൾ നിങ്ങൾക്കും ഓർക്കുക, ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നാൽ ജീവിതത്തിൻ്റെ പ്ലാനിങ് ആണ്. ഇനി ഇടത്തരക്കാരിലേക്ക് വരാം. ഈ
ഇടത്തരക്കാരിലാണ് കൂടുതൽ ലോണുകൾ സ്പ്രെഡ് ചെയ്യപ്പെടുക. കാരണം ഇത്തരം ആൾക്കാർക്ക് ഇവരുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത് അതിദാരിദ്ര്യയേക്കാൾ ഒരു 4 ഇരട്ടിയെങ്കിലും മെച്ചപ്പെട്ടതായിരിക്കും. ആ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായ തരത്തിലുള്ള ഇൻകത്തിൻ്റെ കുറവ്, അല്ലെങ്കിൽ ആ ഇൻകം കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുണ്ടാകുന്ന തെറ്റ്, ഇത് ഇവരെ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഇല്ലെങ്കിൽ മോശം അവസ്ഥയിലേക്ക് നയിക്കും. അപ്പോൾ ഈ പണത്തെ കൃത്യമായി വിന്യസിച്ച് പെരുകാൻ വിടാൻ പഠിക്കുന്നതാണ് ഇവരെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ പ്ലാനിങ്. പ്രോപ്പറായിട്ട് ലൈഫിനെ ഇൻഷുർ ചെയ്യുക, പ്രോപ്പറായിട്ട് തലമുറയെ സെക്യൂർ ആക്കുക, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് പണം മാറ്റിവെക്കാൻ സാധിക്കുക, ജീവിതാവശ്യങ്ങൾ ഭംഗിയായി നിറവേറ്റാൻ സാധിക്കുക, ഇതൊക്കെ ഇവരുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ വരും. അപ്പോൾ ഓരോ കാറ്റഗറിക്കും, അപ്പോൾ നിങ്ങൾ നോക്കൂ, എല്ലാ കാറ്റഗറിയിലും ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന സാധനം ആവശ്യമാണ്. ഇനി അടുത്ത കാറ്റഗറിയാണ് സമ്പന്നർ എന്ന് പറയുന്ന കാറ്റഗറി. ഈ കാറ്റഗറിയിൽ ഉറപ്പായിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ് വേണം. കാരണം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഫണ്ട് ഉണ്ടാവും. മിക്കവാറും ഈ ഒരു ഫണ്ട് കൊണ്ട് ഫിക്സഡ് ഡിപ്പോസിറ്റായിട്ട് FD കിട്ടിയേക്കായിരിക്കും. FD വേണം, ഒരു സേവിങ്സ് വേണം, സേഫ്റ്റിയുടെ സൈഡിൽ വേണം, പെട്ടെന്നെടുക്കാവുന്നൊരു പണം വേണം. എന്നാൽ എല്ലാ പണവും കൊണ്ട് FD ഇടുന്നത് ബുദ്ധിപരമായ ഫിനാൻഷ്യൽ പ്ലാനിങ് അല്ല. അതിൻ്റെ ഒരു ഭാഗത്തെ കൂടുതൽ താരതമ്യേന റിസ്ക് കുറഞ്ഞ് എന്നാൽ വളർച്ചാ സാധ്യതയുള്ള മേഖലകളെ കണ്ടെത്തി അങ്ങോട്ടേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നതാണ് ഇവരുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്. ഒപ്പം അവരുടെ സ്വത്തുക്കളൊക്കെ കൃത്യമായിട്ട് അടുത്ത തലമുറയ്ക്കായിട്ട് വീതിച്ചു കൊടുക്കാനൊക്കെ ഇവർക്ക് ഈ പ്ലാനിങ് ഇവരെ സഹായിക്കും. ഇനി അതിസമ്പന്നർക്കും ഫിനാൻഷ്യൽ പ്ലാനിങ് വേണം. അതിസമ്പന്നർക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലെങ്കിലോ? ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ഒരു തർക്കം നടന്നു അല്ലേ, റിലയൻസ് കുടുംബത്തിൽ ഒരു തർക്കം നടന്നു. സമ്പന്നതില്ലാഞ്ഞിട്ടാണോ തർക്കം നടന്നത്? പകരം കൃത്യമായി ആ സമ്പത്തിനെ ഡിപ്ലോയ് ചെയ്യുന്നതിൽ അവർക്ക് വീഴ്ച പറ്റി. അനിൽ അംബാനിക്ക് മുകേഷ് അംബാനിയോട് അച്ഛനുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ സ്നേഹത്തിൽ വിള്ളൽ വന്നു. സ്വത്തിൻ്റെ കാര്യം വന്നപ്പോൾ അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ. ധീരുഭായ് അംബാനിക്ക് കൃത്യമായ തരത്തിൽ എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ആ പറയുന്ന പ്രശ്നം അവിടെ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മൾ ജീവിതത്തിൻ്റെ ഏത് കാറ്റഗറിയിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും നമുക്ക് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. ആ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഈ പണം വരുമ്പോൾ സന്തോഷം ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് കൃത്യമായ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആവശ്യമാണ്. ആ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലേക്ക് നിങ്ങളെ കൈപിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി എത്രയോ കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നു. ഈ ഒരു ടൈറ്റിലിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നിട്ടാണെന്ന് പറയുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിഡ്രോ ചെയ്യും. കാരണം നമുക്ക് ശീലമില്ലാത്തൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല, ഉറപ്പാണ്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും ഇതിങ്ങനെ ഈ പേര് പറയാതെ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ച് കളികളിലൂടെ എഴുതാൻ പറഞ്ഞു, വരയ്ക്കാൻ പറഞ്ഞു, ഒക്കെ പറഞ്ഞ് ചെയ്യിച്ചതൊക്കെ ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഈ സമ്പത്തിൻ്റെയൊക്കെ ലോകത്ത് കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജാതി നോക്കാതെ, മതം നോക്കാതെ, നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി നോക്കാതെ, നിങ്ങളുടെ നിറം നോക്കാതെ, നിങ്ങളുടെ പൊക്കം നോക്കാതെ, നിങ്ങളുടെ വണ്ണം നോക്കാതെ, നിങ്ങളുടെ സൗന്ദര്യം നോക്കാതെ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പോകാൻ സാധിക്കുമെങ്കിൽ, നിങ്ങളുടെ ധനത്തിൻ്റെ പെരുമാറ്റ രീതി ശരിയാണെങ്കിൽ, പണമുണ്ടാക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിലെ ചിന്തയെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ട്യൂൺ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, മറ്റേത് പ്രൊഫഷനും സമൂഹത്തിൽ ചിലപ്പോൾ പല IAS, ഡോക്ടേഴ്സ് എന്നൊക്കെ പറയും, നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കും, അവർ വലിയ വലിയ പ്രൊഫഷനാണല്ലോ. അപ്പോൾ പ്രൊഫഷണലി നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ IAS ആകാൻ പറ്റും. നമുക്ക് ചിലപ്പോൾ ഒരു കൂലിപ്പണിക്കാരന് ചിലപ്പോൾ ഇപ്പോൾ 50 വയസ്സായി, ഇനി IAS ഇല്ല, പറ്റില്ല, പ്രാക്ടിക്കലില്ല. പക്ഷേ നിങ്ങൾക്ക് കൃത്യമായ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക, ഇനി അദ്ദേഹം IAS ആണെന്ന് കരുതി അദ്ദേഹത്തിന് സാമ്പത്തിക എഡ്യൂക്കേഷൻ കിട്ടണമെന്നില്ല. അപ്പോൾ ഏതൊരാൾക്കും ഒരേപോലെ എത്തിപ്പെടാവുന്ന ഒരു സെഗ്മെൻറ്റാണ് ഈ സമ്പത്തിൻ്റെ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ കളികളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും. പുത്തൻ കളികൾക്കായിട്ട് കാത്തിരിക്കുക, പുത്തൻ പാഠങ്ങൾക്കായിട്ട് കാത്തിരിക്കുക, പുത്തൻ ടാക്ടിക്സിനായിട്ട് കാത്തിരിക്കുക. നമ്മൾ മനസ്സിൻ്റെ തലത്തിൽ റിച്ചാവാതെ ഫിസിക്കൽ റിച്ചാവില്ല. അപ്പോൾ മനസ്സിൻ്റെ തലത്തിലുള്ള കളികൾ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇനിയും വരും ആ പോയിൻറ്റുകൾ. അതേപോലെ ഫിസിക്കൽ വേൾഡിൽ റിയലിസ്റ്റിക് ആക്ഷൻസ് വേണം. അപ്പോൾ ആക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ പോയിൻറ്റുകൾ തരാം. സ്റ്റേ ട്യൂൺഡ്. ഒറ്റയടിക്ക് ഇതെല്ലാം ചോദിക്കരുത്. കാരണം ഇതിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ അതിൽ കിടന്ന് അങ്ങനെ കടവിറങ്ങി നമ്മുടെ മനസ്സിലും ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാവട്ടെ. ഐ ഡിസർവ് ദിസ്, ഞാനിത് അർഹിക്കുന്നു, സമ്പന്നനായി ജീവിക്കുക എന്നുള്ളത് എൻ്റെ അവകാശമാണെന്നൊരു ബോധം നിങ്ങളിലുണ്ടാവട്ടെ.
അതിനാവശ്യമായ ഒരു സമയപരിധി എനിക്ക് തരണം. മീൻ ടൈം പുത്തൻ അറിവുകളും പുത്തൻ ഇൻഫർമേഷൻസും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ ഈ ചാനലുണ്ടാകും. ടുഗദർ വി ക്യാൻ, നമുക്കൊരുമിക്കാം. നാളെയുടെ നന്മയ്ക്കായി റിക്വസ്റ്റ് ആവർത്തിക്കുന്നു. 10 പേരിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യുക, 10 പേരെ വിളിച്ച് പറയുക, അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. ഒരു കമൻറ്റ് ഈ വീഡിയോയുടെ അടിയിലിടുക. ഈ ചാനലിനെ നിങ്ങളൊന്ന് ഏറ്റെടുക്കുക, ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. ഒരുപാട് പേർക്ക് ഗുണമാവട്ടെ, വരും തലമുറയ്ക്ക് ഇത് ഗുണമാവട്ടെ. നന്ദി, നമസ്കാരം.